രാത്രി എന്ന് പറയുന്നത് ലിബാസൻ എന്ന് പറഞ്ഞാൽ രാത്രി ഒട്ടിപ്പിടിച്ച് ചേരാനുള്ളതാണ്. ആരുമായി? രാത്രി വസ്ത്രത്തോട് ഉപമിച്ചത് രാത്രി ഒട്ടിപ്പിടിച്ച് ചേരാനുള്ളതാണ്. ആരുമായി? ആരാന്റെ ഭാര്യമായിട്ടല്ല, രാത്രി ഒട്ടിപ്പിടിച്ച് ചേരാനുള്ളതാണെന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ആരുമായി ഒട്ടിച്ചേരാൻ പറ്റിയത്? നിങ്ങൾ രാത്രിയുടെ ഇബാദത്തിനെ കുറിച്ച് അല്ലാഹു പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ? ഖുർആൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅന വഅഖവമു ഖീലാ ഇന്ന ലക ഫിന്നഹാരി സബ്ഹന തവീലാ. അല്ലാഹു പറയുകയാണ്, മനുഷ്യ നിന്റെ പകൽ മുഴുവനും ഇന്ന ലക ഫിന്നഹാരി സബ്ഹന തവീലാ, നിന്റെ പകൽ മുഴുവനും നിന്റെ നിത്യജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുമായി നീ ഓടി നടക്കുമ്പോ പകൽ നിനക്ക് വിശ്രമമില്ലാത്ത സമയമാണ്. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓരോ പ്രയാസങ്ങളുമായി നിങ്ങൾ ഓടിപ്പാഞ്ഞു നടക്കുമ്പോ പകൽ നിനക്ക് വിശ്രമമില്ലാത്ത, എഴുന്നേക്കാൻ പറ്റാത്ത ജോലിയാ. രാത്രിയും പകലും നീ നിനക്ക് വേണ്ടി ഓടുമ്പോ നീ നിന്റെ പടച്ചിറപ്പുമായി ചേരേണ്ട സമയം രാത്രിയാണ്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅന വഅഖവമു ഖീലാ, രാത്രി സംയോജനത്തിന്റെ സമയമാണ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഏറ്റവും വലിയ ശാശ്വതമായ സാഹിത്യ ഭംഗിയിലോട്ട് കടന്നു പോകുമ്പോ അല്ലാഹ് പറഞ്ഞു, രാത്രിയുടെ സമയമാ, സമയം സംയോജനത്തിന്റെയാ. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅന വഅഖവമു ഖീലാ ഇന്ന ലക ഫിന്നഹാരി സബ്ഹന തവീലാ. പാതിരാത്രി ചെയ്യുന്ന ഇബാദത്തിനെ കുറിച്ച് പറയുമ്പോ അല്ലാഹു പറഞ്ഞ വാക്കാണ് ഹിയ അശദ്ദു വതഅ, സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ച് പറയുന്ന വാക്കാണ് വത എന്ന് പറയുന്ന പദം. സ്ത്രീയും പുരുഷനും തമ്മിൽ രാത്രി ഒരുമിച്ച് കൂടുന്ന ബന്ധത്തെ കുറിച്ചിട്ടാണ് ഹിയ അശദ്ദു വതഅ. ഒരാണും ഒരു പെണ്ണും രണ്ട് ശരീരമാണെങ്കിലും ഒരേ മനസ്സായി ഒന്നിച്ചു ചേരുന്ന രാത്രിയിൽ ഒരാണും പെണ്ണും ഒരു ഭാര്യയും ഭർത്താവും രണ്ട് ശരീരങ്ങൾ ഒന്നായി ചേരുന്നത് പോലെ അല്ലാഹ് പറയാണ്, എന്റെ അടിമയും ഉടമയും തമ്മിൽ രണ്ടെല്ലാം ഒന്നായി ഒന്നിച്ചു ചേരുന്നു. പാതിരാ സമയത്താണ് മോനെ റബ്ബുമായിട്ടടിക്കേണ്ടത്. രാത്രിയിലെ ഇബാദത്താണ് അല്ലാഹുമായിട്ടടിക്കേണ്ടത്. ഏകനായ തമ്പുരാനുമായി അടിമ ഒന്നിച്ചു ചേരുന്ന സമയം ഏതെന്നറിയോ? കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ ഇങ്ങനെ ഊരിയെടുക്കുമ്പോ അഖറജ മിൻഹാ മാഅഹാ വ മർആഹാ, അല്ലാഹു പറയുകയാണ് എല്ലാവരും പാതിരാ സമയത്ത് ഉറക്കത്തിന്റെ കരിമ്പളം പുതച്ചു കിടക്കുമ്പോ ആ സമയത്ത് പൊന്നു മോനെ നിനക്ക് എഴുന്നേക്കാൻ പറ്റോ? നിന്റെ കിടക്കറയുടെ ഉള്ളിൽ എഴുന്നേറ്റ് നിന്ന് പാതിരാവിന്റെ നിശബ്ദതയിൽ എല്ലാവരും ഉറക്കത്തിൽ കിടക്കുമ്പോ ആ സമയത്ത് ഉറക്കമില്ലാത്തത് രണ്ടു പേർക്കാ. ഒന്നുറക്കമില്ലാതെ നിസ്കാര പായിൽ എഴുന്നേറ്റ് നിൽക്കുന്ന രണ്ടാമത് ഉറക്കമില്ലാത്തത് ആർക്കാ? ഉറക്കമില്ലാത്ത, തീരെ ഉറക്കമില്ലാത്ത, രാത്രി ഉറക്കമില്ലാത്ത നിന്റെ റബ്ബ് മാത്രം. പൊന്നുമോളെ, ഇതാണ് സമയം. 1000 പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ആദികളും വ്യാധികളും ഓരോ പ്രയാസങ്ങളുമായി ഞാനിവിടെ ഒന്നിറങ്ങുമ്പോ തന്നെ എത്ര പേരാ എന്നോട് വന്നിട്ട് പറഞ്ഞത്, മോനെ ദുആ ചെയ്യണം. പൊന്നുമോനെ, ദുആ ചെയ്യാൻ കഴിയുന്ന ഏത് പ്രയാസങ്ങളും പടച്ചിറപ്പിനോട് പറയാൻ കഴിയുന്ന ഒരേ ഒരു സമയം ഏതെന്നറിയോ? നീ നിന്റെ റബ്ബും തമ്മിൽ അടുത്തു ചേരുന്ന, അടിമയും ഉടമയും തമ്മിൽ മറയില്ലാത്ത സമയം. അത് രാത്രിയാണ്. ആ രാത്രിയുടെ നിശബ്ദതകൾ നേരിട്ട് നിൽക്കുമ്പോ ആ സമയത്ത് പെങ്ങളെ, ഇതേവരെ എത്രയോ സ്ഥലത്ത് നീ നേർച്ചക്ക് പോയിട്ടുണ്ട്, എത്രയോ സ്ഥലത്ത് പോയി നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിന്റെ പ്രയാസങ്ങളൊന്ന് മാറാൻ, നിന്റെ രോഗങ്ങളൊന്ന് മാറാൻ, നിന്റെ കുടുംബത്തിന് നന്മയുണ്ടാവാൻ ഇതേവരെ ജീവിതത്തിന്റെ ഒരു രാത്രിയെങ്കിലും പടച്ചറപ്പിന്റെ മുമ്പിൽ കണ്ണുനീര് കൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബേ, അല്ലാഹുവേ ഞാനും നീയുമല്ലാതെ മൂന്നാമതൊരാളില്ല റബ്ബേ. എനിക്ക് പറയാനുള്ളത് നിന്നോട് മാത്രമാണ് തമ്പുരാനെ. ലാ ഇലാഹി ഹർ ജഗാ തേരി അദാ കാ സാത്ത് ഹോ, ശാഫിയ ഫി ദാറുഹ
हुस्न मुस्तफा का साथ हो അല്ലാഹുവേ ഞാനും നീ മാത്രം അല്ലാഹുവേ തുമാനിക്കും ബന്ദാ തുമാനിക്കും ബന്ദാ മുझे देख इंसान बिदा दे द मौला അല്ലാഹുവേ നീ ഉടമയാണ് റബ്ബേ ഞാൻ അടിമയാണ് നിന്റെ അടിമ നിന്റെ മുമ്പിൽ യാതൊരുവിധ ആർഭാടങ്ങളില്ല കൊട്ടിക്കോശങ്ങളില്ല നിന്റെ അടിമ നിന്റെ മുമ്പിൽ വരികയാണല്ലാ വിളിക്കുന്നവരോട് വിളി കേൾക്കുന്ന തമ്പുരാനെ അനേസല്ലാഹു ബികാഫിന അബ്ദാ പടച്ചറപ്പിന് അടിമകൾ കുടുംബ പോലെ അടിമകൾ കുടുംബ പോലെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദിവ്യൌഷധമേതാ പൊന്നുമോനെ ലോകത്ത് മുഴുവനും ഒരൊറ്റ നിമിഷം കൊണ്ട് തീർത്തുകളെ ആകടിയുന്ന നാപ്താം ബോംബുകളെ സജ്ജീകരിക്കുന്ന അമേരിക്കയുടെ പെണ്ണുകൾ ആസ്ഥാനത്തിന് പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത ആയുധത്തിന്റെ വകിരശക്തി പാതിരാ സമയത്ത് അടിമയുടെ കണ്ണിൽ നിന്നിറങ്ങുന്ന കണ്ണുനീരിനുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിക്ക് പ്രത്യേകതയുള്ളത് രാത്രി ഏകാന്തതയുടേതാണ് രാത്രി വിജനതയുടേതാണ് ഏകാന്തതയിൽ വിജനതയിൽ വെച്ച് പടച്ചിറപ്പിനെ വിളിക്കുമ്പോഴാണ് ആ പടച്ചിറപ്പിന്റെ ഭാഗത്ത് നിന്ന് തത്സമയം ഉത്തരം കിട്ടുക അതുകൊണ്ടല്ലേ നാളെ പരലോകത്തെ പ്രസ്പർശന കോടികൾ മുഴുവനും പരിഭ്രാന്തരായി പതറി നടക്കുന്ന കാര്യം പറഞ്ഞപ്പോ പറഞ്ഞതെന്താ നാളെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തിൽ ഒരേ ഒരു വിഭാഗമാരാ വറജുലുന ദക്കറുല്ലാഹ ഖാലിയാ ഫഫാവത് ഐനാ ആരുമില്ലാത്ത വന്യതകട മൂതുകട നടുവ് പടച്ചിറപ്പിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് അവനെ കാണാൻ അവനല്ലാതെ രണ്ടാമതൊരാളില്ല കഴിയോ പൊന്നുമോനെ ചെറുപ്പക്കാരാ കഴിയോ പൊന്നുമോനെ മൂന്നാമതൊരാളില്ലാതെ റബ്ബിന്റെ മുമ്പിൽ പോയിട്ട് ഏകനായ റബ്ബിനെ കുറിച്ച് ഓർത്തപ്പോ അവന്റെ കണ്ണിലൂടെ കണ്ണുനീരൊടിച്ചാൽ അവനാണ് നാളെ അർശിന്റെ തണൽ കിട്ടുന്നതെന്ന് റബ്ബ് ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത് രാത്രിക്ക് പ്രത്യേകത ഉള്ളത് രാത്രി ഏകാന്തതയുടേതാണ് രാത്രി വിജനതയുടേതാണ് ഏകാന്തതയിൽ വിജനതയിൽ പടച്ചിറപ്പിനെ വിളിക്കോ വിശുദ്ധമായ ഖുർആനിൽ അധ്യായമുണ്ട് സൂറത്ത് യൂസുഫ് 9 വയസ്സുകാരനായ യൂസുഫ് നബിയെ സഹോദരങ്ങളെ കൊല്ലാൻ വേണ്ടി കാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോ എത്രയോ പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി മുഫസ്സിരീങ്ങളുടെ അഭിപ്രായ പ്രകാരം ചിലർ പറയുന്നുണ്ട് 9 വയസ്സ് ചിലർ പറയുന്നുണ്ട് 16 വയസ്സ് പ്രായം പ്രബലമായ അഭിപ്രായം 9 വയസ്സെന്നാണ് കാരണം ആ സഹോദരങ്ങളെ ഹമലൂഹു യൂസുഫ് നബിയെ ചുമന്നു കൊണ്ടുപോയെന്നാണ് 16 വയസ്സുകാരൻ സാധാരണകളിൽ ചുമക്കാറില്ല അതുകൊണ്ട് 9 വയസ്സല്ലെങ്കിൽ 12 വയസ്സ് പ്രായം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അന്ന് പ്രവാചകത്വം കിട്ടിയിട്ടില്ല അന്ന് റിസാലത്ത് കിട്ടിയിട്ടില്ല പൊന്നുമോനെ നിനക്ക് കഴിയോ എനിക്ക് കഴിയോ ഈ കൊട്ടിക്കാട് താമസിക്കുന്ന ഒരു സാധാരണക്കാരൻ വിജനതയിൽ വെച്ച് വിളിച്ച അങ്ങനെ റബ്ബ് ഉത്തരം കേൾക്കോ വിളിയുത്തരം കേൾക്കുമോ എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടിയാണ് പറയുന്നത് വിചാരങ്ങളില്ല നുബുവത്തില്ല നിസാരത്തില്ല ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹോദരങ്ങളെ കൊല്ലാൻ വേണ്ടി കാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോ മൂത്ത സഹോദരൻ പറഞ്ഞു വേണ്ട ഇവനെ കൊല്ലണ്ട വൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബ് ഈ യൂസഫിനെ കിണറ്റിലേക്ക് വലിച്ചെറിയാമെന്ന് പറഞ്ഞ് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വിജനമായ കാട് മത്സ്യജന്തുക്കളും ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളും അല്ലസിക്കുന്ന കാട് വിളിച്ചാൽ കേൾക്കാൻ ഒരാൾ പോലുമില്ല വരിയാത്രക്കാരുടെ ബഹളം പോലുമില്ല തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കയ്യിൽ കിടന്നിട്ട് യൂസുഫ് എന്ന 12 വയസ്സുകാരൻ പിടയുമ്പോ ആ സമയത്ത് താഴോട്ട് നോക്കുമ്പോ താഴയിൽ നിന്ന് സർപ്പങ്ങളും തേനുകളും പാണ്ടുപിടിച്ചാടുമ്പോ തടം പിടിച്ചാടുമ്പോ ആ സമയത്ത് താഴേക്ക് കാണുന്ന പാമ്പുകളുടെ വാകട്ട് പേടിച്ചമർന്നു പോയ ബഹുമാനപ്പെട്ട യൂസുഫ് ചെറുപ്പക്കാരന് 12 വയസ്സ് പ്രായം സഹോദരങ്ങളൊന്ന് കൈയടിച്ചാല് കിണറ്റിലേക്കാ
ആ കിണറിന്റെ കെട്ടിന്റെ മുകൾ ഭാഗത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ സഹോദരങ്ങളെ താഴേക്ക് ഇട്ടു. ഇനി ബാക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കെട്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടു. ആ സമയത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ യാ ഷാഹിദ ഗൈറ ഗായിബ്, യാ ഷാഹിദ ഗൈറ ഗായിബ്, അല്ലാഹുവേ വിളിച്ചാൽ ഉത്തരം കേൾക്കുന്നവനെ തമ്പുരാനെ, അടിമകളെ നിരാലംബരെ സഹായിക്കുന്നവനെ തമ്പുരാനെ, വിളിച്ചാൽ കേൾക്കുന്നവനെ തമ്പുരാനെ, ഈ കിണറ്റിലേക്ക് ഞാൻ പോവുകയാണ്, അല്ലാഹുവേ സഹായിക്കാൻ നീയല്ലാതെ രണ്ടാമതൊരാളില്ല റബ്ബേ. ഈ ചോദ്യം പറയേണ്ട താമസം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ഇനി ബാക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയട്ടെ, ഞാൻ അർശിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പറന്നുയർന്നു. ആ സഹോദരങ്ങളെ കുട്ടിയെ താഴേക്ക് ഇട്ടു. പക്ഷെ കിണറിന്റെ അടിത്തട്ടില് ആദ്യം എത്തിയത് ഞാനാണെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. കിണറിന്റെ അടിഭാഗത്ത് ആദ്യം എത്തിയത് ഞാനാണെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ സഹോദരങ്ങളെ ചിന്തിക്കുന്നില്ല. ഇത് കരിമ്പാറക്കെട്ടിന്റെ ഉള്ളതെന്ന്, ഇത് കരിമ്പാറക്കെട്ടിന്റെ ഉള്ളതെന്ന് പാൽ ചേർത്തുന്ന ഒട്ടകത്തിന്റെ ചെറപ്പാണ്, ഇത് ഒട്ടകത്തിന്റെ ചെറപ്പാണ്, ഇത് ശൂന്യാകാശത്ത് നിന്ന് മായിദ ഇറക്കി കൊടുത്ത തമ്പുരാനാണ്. ഇത് ഈജിപ്തിന്റെ മണയാരണ്യത്തിലൂടെ നടന്നു പോകുമ്പോ മേഘങ്ങളെ കൊണ്ട് മൂസാ നബിക്ക് തണല് കൊടുത്തവനാണ്, മൂസാ നബിക്ക് തണല് കൊടുത്തവനാണ് എന്റെ അല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് അമേരിക്ക ഭരിക്കുന്ന സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ആ ട്രംപിനെ ഭരിക്കുന്നത് എന്റെ അല്ലാഹ്. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സാക്ഷാൽ നരേന്ദ്രമോദി ആണെങ്കിൽ, നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ അധികാരത്തിൽ നിൽക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ അധികാരത്തിൽ നിൽക്കുന്നത് ഒരു പക്ഷേ നരേന്ദ്രമോദി ആയിരിക്കാം. പക്ഷേ മോദിയെ ഭരിക്കുന്നത് എന്റെ അല്ലാഹ്. അവനുമായി കൂടിച്ചേരേണ്ട സമയം രാത്രിയാണ്, വിജനതയാണ്. എവിടെ നിന്നാ ജിബ്രീൽ വരുന്നത്? ഈ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ മുകളിലാണ് ഒന്നാം ആകാശം നിൽക്കുന്നത്. അതിന്റെ പേര് തന്നെ സമാഉദ് ദുനിയ. വലഖദ് സയ്യന്ന സമാഉദ് ദുനിയ. താഴെ നിന്ന് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഒന്നാം ആകാശമാണ്. അതിന് 15 കോടി കിലോമീറ്റർ ദൂരമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ആകാശമാണ്. ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും ഈ ഭൂമിയും ഒന്നാം ആകാശവും തമ്മിലുള്ള ദൂരമുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാം ആകാശം, രണ്ടാം ആകാശത്തിന്റെയും മൂന്നാം ആകാശത്തിന്റെയും ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും ഇടയിലുള്ള ദൂരമുണ്ട്. ഇങ്ങനെ ഏഴാകാശം കടന്നു കഴിഞ്ഞാൽ എവിടെന്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരിക? താഴെ നിന്ന് നോക്കിയാൽ നമ്മൾ കാണുന്നത് സബഅ സമാവാത്തിൻ തിബാഖ. താൻ നോക്കിയാൽ നമ്മൾ കാണുന്നത് ഒന്നാം ആകാശമാണ്. അതിന് 15 കോടി കിലോമീറ്റർ ദൂരമുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ രണ്ടാം ആകാശം. ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും ഇടയിലുള്ള ദൂരം ഈ ഭൂമിയും സമാഉദ് ദുനിയ തമ്മിലുള്ള ദൂരമുണ്ട് 15 കോടി കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ നാലാം ആകാശം. ഓരോ ആകാശത്തിന്റെ ഇടയിലും അതിന്റെ താഴെയുള്ള ആകാശത്തിന്റെ, അതായത് 15 കോടി കിലോമീറ്റർ ദൂരമുണ്ട്. ഇങ്ങനെ 7 ആകാശം. സബഅ സമാവാത്തിൻ തിബാഖ. 7 ആകാശം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ഈ മൂടി വെച്ച കാലം പോലെ ഇരിക്കുന്നത്? 7 ആകാശം കഴിഞ്ഞാൽ പിന്നെ 7 ആകാശം കഴിഞ്ഞാൽ لقد رآه نزلة أخرى عند سدرة المنتهى. 7 ആകാശം കഴിഞ്ഞാൽ പിന്നെ സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, താഴെ നിന്ന് നമ്മളൊരു കല്ലെറിഞ്ഞാൽ ആ കല്ല് പരമാവധി ഏറ്റവും ദൂരത്തിൽ പരമാവധി എവിടം വരെ ചെല്ലുമോ അതാണ് സിദ്റത്തുൽ മുൻതഹ. അതാണ് ഇന്ത്യ.
താഴ്ന്നൊരു കുട്ടി കല്ലെടുത്തിട്ട് മുകളിലേക്ക് ഈ മുകളിലേക്ക് എറിഞ്ഞ കല്ല് പരമാവധി എവിടം വരെ എത്തുന്നോ അതാണ് സിദ്റത്തുൽ മുൻതഹ. അതിന് ഇന്ത്യ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞാൽ പിന്നെ സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞാൽ പിന്നെ എന്താ എല്ലാരും നിശബ്ദമായിട്ടിരിക്കണം. ആർക്കും ഒന്നും അറിയാൻ പാടില്ല. എല്ലാവരും വലിയ വാളൊക്കെ വാള് കേൾക്കണമെന്നുണ്ടെങ്കിൽ സഹകരിക്കണം. സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞാൽ പിന്നെ സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞാൽ ബഹറുൻ നൂർ, പ്രകാശത്തിന്റെ കടൽ. ബഹറുൻ നൂർ, ആ ബഹറുൻ നൂറിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഹത്താലി ബഹറുൻ നൂർ ജിബ്രീലു വഖഫ്, ഹത്താലി ബഹറുൻ നൂർ ജിബ്രീലു വഖഫ്, دعني تقدم يا حبيبي لا تهب أبشر تناجي ربك القيوم. ഇവിടെ വരെ നബിയെ ജിബ്രീലിന് വരാൻ പറ്റൂ. ഇനി കടല് കഴിഞ്ഞ് അങ്ങ് പോയിക്കൊള്ളുക. ഇതാണ് ഘടന. ഇത്രയും അകലെ നിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. കുട്ടിയെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ 9 വയസ്സേ കുട്ടിക്കുള്ളൂ. ജിബ്രീൽ ദൂരം പറയാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, ഞാൻ അർശിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പറന്നുയർന്നു. ആ സഹോദരങ്ങൾ കുട്ടിയെ താഴേക്ക് ഇട്ടു. പക്ഷെ കിണറിന്റെ അടിത്തട്ടിൽ ആദ്യം എത്തിയത് ആരാ? ആ പിള്ളേർ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ പറ്റിയ? ഉറക്കെ പറയും. ആദ്യം അതിനുശേഷമാണ് കുട്ടിയെത്തി. വിജനതയിലെ വിളി, വിജനതയിലെ ദുആ. അതുകൊണ്ടാണ് രാത്രിയിൽ ഇൽമിന്റെ സദസ്സിൽ എങ്ങനെ ദുആ ചെയ്യും. ഇത് വെറുതെ ഒന്നും. ഇന്ന് നമുക്ക് അതേപോലെ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. എന്നിരുന്നാലും വെള്ളിയാഴ്ച രാവാണ്. ഇൻഷാല്ലാഹ് നമുക്ക് അസ്മാഉൽ ഹുസ്ന ഓതി അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഓതി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറയാൻ വിജനതയിലെ വിളിയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. രാത്രി ഏകാന്തതയാണ്, രാത്രി വിജനതയാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ തരും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് വിഷയം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രയാസങ്ങളൊക്കെ മാറാൻ ഒത്തിരി നമ്മൾ ദുആ ചെയ്യും. ഇതേവരെ രാത്രിയിൽ പാതിരാത്രിയിൽ ആരുമില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, പകലിലെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുമായിട്ട് എടുക്കാനേ പറ്റി. ഉറപ്പാ. പകലിലെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുമായിട്ട് എടുക്കാൻ പകലിലെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുമായിട്ട് എടുക്കാൻ കഴിയുകയില്ല. ഉറപ്പാ. കാരണം എന്താ? മഗ്രിബിന് പോയി കൈകെട്ടുമ്പോഴായിരിക്കും പടച്ചോനെ ആരെങ്കിലും കടലിൽ വന്നിട്ടുണ്ടാവോ? ബസ്സിൽ പോരോ, ബസ് സ്റ്റാൻഡിൽ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ സമയത്ത് ഒരു മിസ് കോൾ വരും അല്ലേ? രാവിലെ പകലൊക്കെ തിരക്കിന്റെ സമയമാണ്. ആർക്കും കച്ചവടക്കാരനുണ്ടാവും. പള്ളിയിലെ ഉസ്താദാണെങ്കിൽ വ്യാഴാഴ്ച ഏതായാലും മഗ്രിബ് സ്കീം പടച്ചോനെ എന്ന് വീട്ടിൽ പോകാൻ ലീവ് കിട്ടുമെന്തല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചിന്ത ഏതായാലും ഉണ്ടാവും. പെണ്ണുങ്ങളാണെങ്കിൽ അസറിന് പോയി കയറ്റുമ്പോഴായിരിക്കും പടച്ചോനെ പാല് തെളിച്ചു പോവോ എന്തോ. മഗ്രിബിനെ കയറ്റുമ്പോഴായിരിക്കും പടച്ചോനെ സീരിയലിലെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ ഇല്ലയോ. പല സൈസ് ചിന്ത. അതുകൊണ്ട് ഇന്നലൊക്കെ പിന്നെ അള്ളാഹുമായിട്ട് എടുക്കാൻ പറ്റിയ സമയതാ രാത്രി. ആരും അറിയരുത്. നിങ്ങൾക്ക് പറ്റുമോ എഴുന്നേക്കാൻ? രാത്രിയിൽ ഒരു 4 മണിക്ക് എഴുന്നേൽക്കുക. ഞാൻ ജീവിതത്തിന്റെ ഒരു ക്രമം മാറ്റാൻ വേണ്ടി പറയാം. ഇങ്ങോട്ട് നോക്കി ഇതൊന്നും വലിയ ഇഷ്ടപ്പെടില്ല. കാരണം എന്താ? ഇത് ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ശാസ്ത്ര സയൻസോ പറയാം, നമ്മുടെ ശാസ്ത്രജ്ഞനല്ലല്ലോ. ഇത് ചെയ്യേണ്ട കാര്യം. 4 മണിക്ക് എഴുന്നേൽക്കുക. ഭാര്യ അറിയരുത് നീ എഴുന്നേൽക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ മുസല്ല വിരിക്കുക. കരഞ്ഞിട്ട് അള്ളാഹിനോട് പറയുക, അള്ളാഹുവേ, ഞാൻ നീ മാത്രം, വേറെ ആരുമില്ല.
റബ്ബേ എന്റെ ആവശ്യങ്ങൾ ഇതാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പാപിയാണ്, പക്ഷെ നീ എന്നെ പരീക്ഷിക്കരുത് തമ്പുരാനെ എന്ന് നമ്മൾ ചെയ്ത പാവങ്ങൾ മുഴുവനും റബ്ബിനോട് പറയണം. ഭാര്യ അറിയ പോലും ചെയ്തരുത്. അറിഞ്ഞാൽ ഈ പാവം പറയണ കേട്ടാ അന്ന് തലാഖ് സംഭവിക്കും. അവളെന്നേക്കും പാടില്ല. എഴുന്നേറ്റാൽ നമ്മൾ ഈ പറയണം കാലം അബദ്ധത്തിൽ കേട്ടാ ഉറപ്പായിട്ട് അന്ന് തലാഖ് സംഭവിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ചില ആളുകളുണ്ട് അവർക്ക് നോമ്പുണ്ടോ ഉണ്ട്, സക്കാത്തുണ്ടോ ഉണ്ട്, നിസ്കാര തഴമ്പുണ്ടോ ഉണ്ട്, തഴമ്പിന് ഇപ്പൊ വലിയ പാടുവല്ലോ ഉണ്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഒരുമാതിരി നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. 3 പ്രാവശ്യം അരച്ചാൽ തഴമ്പുറപ്പ് ഉറപ്പ്. അപ്പൊ അടയാളങ്ങളുണ്ടോ ഉണ്ട്, അൽമിന്റെ സദസ്സിലുണ്ടോ ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹുമായിട്ട് എടുക്കുമ്പോഴാണ് അവന്റെ തഖ്വയുടെ മാനദണ്ഡം മാറുക. അതില്ലാത്തടത്തോളം കാലം നിങ്ങൾ ജനങ്ങളെ പേടിച്ചിട്ട് നന്നായിട്ട് നടക്കുന്നു എന്നല്ലാതെ അള്ളാഹിനെ പേടിച്ച് നിങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. ആരെങ്കിലും ഒരു സഹോദരിയോ സഹോദരനോ രാത്രിയിൽ എല്ലാവരും പക്ഷെ നമുക്കിത് ചെയ്തു നോക്കിക്കൂടെ? നമുക്കത് ചെയ്തു നോക്കിക്കൂടെ? രാത്രിയിൽ ഒരു 4 മണിക്ക് എഴുന്നേൽക്കുക. ജീവിതത്തിന്റെ ഒരു ക്രമം മാറ്റാൻ വേണ്ടി പറയാം. എഴുന്നേൽക്കുക. അപ്പൊ നമ്മൾ ഒഴിക്കും 4 മണിക്ക് എഴുന്നേൽക്കാൻ, ഒരു 5 മണിക്ക് എന്നാ പോരെ. ചില ആളുകളുടെ സംശയം ഉണ്ടാവും. അതെന്താ കാരണം എന്നറിയോ? നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ കിടന്നുറങ്ങൂല, അതാണ് പ്രശ്നം. 8 മണിക്ക് ഇശ കഴിഞ്ഞാൽ 8, 9, 10 മണിക്ക് കിടന്നൂടെ? 10 മണിക്ക് കിടക്കാൻ പാടില്ലേ? 10 മണിക്ക് കിടന്നാൽ 6 മണിക്ക് 10 മണിക്കൂർ ഉറങ്ങിയാൽ 10 മണിക്ക് ഉറങ്ങിയാൽ 4 മണി വരെ ഉറങ്ങിയാൽ അത്രയും പോരെ? 4 മണി 10 മണി മുതൽ 4 മണി വരെ 4 മണിക്ക് എഴുന്നേൽക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക, നിസ്കരിക്കുക. 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിന് കാരണം നമ്മൾ നേരത്തെ കിടന്നുറങ്ങൂല, നേരത്തെ എണീക്കൂല. അതിന്റെ കാരണം എന്താണെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഇന്ന് രാത്രി 12 മണി ആയാലും കടയടക്കില്ല. നമ്മള് രാത്രി ഇശ കഴിഞ്ഞ ഭാര്യ മക്കളെല്ലാരും കൂടി രാത്രിയിൽ ഇവിടെ രാത്രി കട തുറന്നുണ്ട്. നിങ്ങളെന്താ ഈ മറ്റേ അലാവുദ്ദീൻ അത്ഭുത വിളക്കാണ് ഉണ്ടാണ്ടിരിക്കണ? എല്ലാം ഒന്നും ആർക്കും അറിയാമോ? എല്ലാരും എങ്ങനെ മുത്തക്കൈങ്ങളാ. അവന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അറേബ്യൻ ഫുഡിന്റെ ശൈലി നമ്മുടെ സദസ്സിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോ നമ്മൾ താമസിച്ചിറങ്ങാൻ തുടങ്ങി. കാരണം ഈ ചുട്ടുകോടി ചപ്പാത്തിയും കിട്ടുന്നത് എല്ലാം അടയ്ക്കുന്ന സമയത്ത് തുറക്കാൻ തുടങ്ങി. നമ്മൾ ഭാര്യ മക്കളും എല്ലാരും കൂടെ കൂടി ഈ സമയത്ത് തന്നെ കാണാൻ കുറെ ആളുകൾ നിരന്നിരിക്കണം. എന്തിനാന്നറിയോ? തവാഫ് ചെയ്യണ കോഴി തന്നെ. തവാഫ് ചെയ്യണ കോഴി പറയുന്നതാ അൽഫവറിലെ സംഭവം. അറിയാതാരുണ്ടാവൂല. ഈ സാധനം കടിച്ചുറക്കെ രാവിലെ രാത്രി കറങ്ങും. പണ്ട് കാലത്ത് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. മഗ്‌രിബ് ഇശ കഴിയുമ്പോ എല്ലാരും കൂടെ ഇറങ്ങും. എന്നിട്ട് ഒരാള് പോകുമ്പോ അവരുടെ കയ്യിൽ പൈസ കൊടുത്തു വിടും, മേടിച്ചോണ്ട് വരെന്ന് പറയും. ഇതൊക്കെ പൊതുവെയുള്ള പതിവാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഉണ്ട്. എല്ലാവത്തെ അവസ്ഥയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയാ അനിസമുരി രാക്കഥ പറഞ്ഞിട്ടിരിക്കുന്നതിൽ ഹബീബായ നബി തങ്ങൾ വെറുത്തിരുന്നു. 1, 2 ഹദീസ് നന്നായിട്ട് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസമുരി രാക്കഥ പറയൽ ഹബീബായ നബി തങ്ങൾ നിരോധിച്ചു. രാക്കഥ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, എക്സെട്ര മാറ്റണം. അതൊക്കെ മാറ്റണം. അത് ചുമ്മാ വാതോരാൻ വേണ്ടി ഞാൻ വന്നതല്ല. 2 കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാ.
ഇശാനിസ്കാരത്തിന് ശേഷം സഹാബത്തുകൾ പള്ളിയുടെ പ്രാന്തപ്രദേശത്ത് പോലും കൂടിയിരുന്ന് വർത്തമാനം പറയുന്നത് റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇശാനിസ്കാരം കഴിഞ്ഞാല് തിരിച്ച് വീട്ടിലേക്ക് പോവുക, നേരത്തെ കിടന്നുറങ്ങുക, എന്നിട്ട് പാതിരാത്രി ആകുമ്പോൾ എഴുന്നേൽക്കുക. കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ, ആ ഒരു മാനസിക അവസ്ഥയ്ക്ക് മാത്രമേ നിന്റെ പ്രയാസങ്ങളെ മാറ്റാൻ കഴിയുകയുള്ളൂ. നിന്റെ പ്രയാസങ്ങളെ മാറ്റാൻ കഴിയുള്ളൂ. കാരണം എന്തെന്നറിയോ, ഞാനിത് പറഞ്ഞത് വെറുതെയല്ല. ഞാൻ ഈ സദസ്സിലേക്ക് വരുമ്പോ എന്നോട് പല ആളുകൾ വന്നിട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊരു പാഠമുണ്ട്. ബക്കറ്റ് കറമ്പ് പറയണം. അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊരു പാഠമുണ്ട്. അല്ലാഹുവേ, എന്റെ പ്രയാസങ്ങളൊന്ന് മാറാൻ, എന്റെ രോഗങ്ങളൊന്ന് മാറാൻ, ഏത് ആവശ്യമാണ് എനിക്ക് കിട്ടുക എന്ന് പേടിച്ച് നമ്മൾ ആശങ്കയോടെ ഇരിക്കുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ വഫാത്തായി, ഏക അവലംബമായ പ്രിയപ്പെട്ട മൂത്താപ്പയും വഫാത്തായി, ഏകനായ അനാഥനായ ജനകചിത്തനായി ഗണികചിത്തനായ അല്ലാഹുവിന്റെ റസൂൽ 1000 പ്രയാസങ്ങൾ ഇങ്ങനെ അല്ലാതെ ആരാണ് എന്നെ രക്ഷിക്കാനുള്ളത്, ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? അവസാനം തന്റെ നാട്ടുകാരുടെ പീഡനം സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂൽ ഉമ്മാനി റളിയല്ലാഹു തആലയുടെ വീട്ടില് തന്റെ ഓലക്കുടിന്റെ ഉള്ളിൽ ദുഃഖത്തോടെ അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ കിടക്കുമ്പോഴല്ലയോ വല്ലാത്ത ദുഃഖമാണ്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയും വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, അല്ലാഹുവേ, അവസാനം എന്റെ നാട്ടുകാരടക്കമുള്ള എന്റെ വീട്ടുകാരുടെ കല്ലടിയുകയാ, അവരെന്നെ പ്രാന്തനെന്ന് വിളിക്കുകയാ, അവരെന്നെ ഒറ്റപ്പെടുത്തുകയാ. റബ്ബേ റബ്ബേ റബ്ബേ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പറയ് നബിയേ, ഓ ജലീമില്ലദോക സുൽത്താനൻ നസീറാ. അല്ലാഹുവേ, അല്ലാഹുവേ, എന്നെ സഹായിക്കാൻ ആരുമില്ല. എവിടെയാണ് രക്ഷയുടെ വഴി എന്ന് വിചാരിച്ച് കിടക്കുമ്പോ റസൂലോട് പറഞ്ഞു നബിയേ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പറയ് നബിയേ, വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖി വഖറജനി മുഖറജ സിദ്ഖ വജഅൽനി മിൻ ലദുക സുൽത്താനൻ നസീറാ. അല്ലാഹുവേ, രാവും പകലുമില്ലാതെ എന്റെ വാപ്പയില്ല, എന്റെ ഉമ്മയില്ല. അല്ലാഹുവേ, ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പാതി ജീവിതത്തിന്റെ വഴിയിൽ എന്റെ വാപ്പ എനിക്ക് നഷ്ടപ്പെട്ടു പോയതാ. അല്ലാഹുവേ, പ്രസവിച്ചതിന് ശേഷം ഒരു ഉമ്മയുടെ വാത്സല്യം, ഉമ്മയുടെ താടാട്ടം കിട്ടുന്നതിന് മുമ്പ് ലാളിത്യത്തിന്റെ നടുവിൽ എന്റെ ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അവസാനം എന്റെ ഏകത്യാണിയായ എന്റെ എളാപ്പയും എന്റെ മൂത്താപ്പയും എനിക്ക് ഇവിടെ പറഞ്ഞു പോയി. അവസാനം ദുഃഖത്തിന്റെ മഹാസാഗരത്തിൽ കിടക്കുമ്പോ എനിക്ക് സാന്ത്വനത്തിന്റെ അവലംബമായി കിടന്നു വന്ന എന്റെ ഖദീജയും എനിക്ക് ഇവിടെ പറഞ്ഞു പോയി. അവസാനം എന്റെ നാട്ടുകാരടക്കമുള്ള എന്റെ വീട്ടുകാർ എന്നെ കല്ലടിയുകയാ, അവരെന്നെ പ്രാന്തനെന്ന് വിളിക്കുകയാ, അവരെന്നെ ഒറ്റപ്പെടുത്തുകയാ. റബ്ബേ റബ്ബേ റബ്ബേ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പറയ് നബിയേ, വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖി വഖറജനി മുഖറജ സിദ്ഖ വജഅൽനി മിൻ ലദുക സുൽത്താനൻ നസീറാ. എന്നെ സഹായിക്കണേ, സഹായം തരണം റബ്ബേ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സഹായിയായി, ഒരു വഴികാട്ടിയായി, എങ്കിലും എന്റെ ഒരു സഹായിയായിട്ട് തരണേ തമ്പുരാനെ. എന്റെ സഹോദരങ്ങളെ, ചരിത്രം പഠിച്ചില്ല, രാത്രിയിൽ ഒരു സഹായം തേടിയ റസൂലുള്ളാഹിയോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ല നബിയേ, മക്ക വിട്ടിട്ട് മദീനയിലേക്ക് പോവു നബിയേ. ആ മദീനയിലേക്ക് ഒട്ടകപ്പുറത്തേക്ക് എത്തേണ്ട താമസം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് മദീനയിലേക്ക് പോയ പ്രവാചകനെ കാത്ത സഹായികൾ നിന്നില്ലേ? ഓ ജഅൽനി മിൻ ലദുക സുൽത്താനൻ നസീറാ. ഒരു സഹായം തരണമെന്ന് ദുആ ചെയ്തപ്പോ മദീനയുടെ ചാരത്ത് കാത്തുനിന്ന അൻസാറുകൾ ബദ്റു അലൈനാ മിൻ സാനിയത്ത് വജാഇ വജബ ശുക്രു അലൈനാ മാദാ അല്ലാഹ് ഇദാ
നബിയേ നഹ്നു ലഹൂനാ ബായ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങളുടെ മരണം വരെ ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്തത്തിന്റെ പ്രവാഹമുള്ളിടത്തോളം കാലം ബദറിലേക്കും ഹന്തക്കിലേക്കും ഖൈബറിലേക്കും അങ്ങ് പടിയാണ് നയിക്കുമ്പോ അവസാനം വരെ അങ്ങയുടെ ചാരത്ത് സഹായികളായിട്ട് എടുത്തുമത്ത് നിൽക്കാൻ ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുടെ നബിയേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ എടുത്തുമത്ത് നിൽക്കാൻ സഹായികളെ കൊടുത്തത് തഹജ്ജുദിന്റെ 4 റക്അത്ത് നിസ്കാരത്തിന്റെ ദുആ കൊണ്ടാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാത്രി എന്ന് പറയുന്ന കള്ളു കുടിച്ചിട്ടും ആഭാസം കളിച്ചിട്ടും ചീട്ട് കളിച്ചിട്ടും രാത്രി എന്ന അമൂല്യമായ സംഭവത്തെ നഷ്ടപ്പെടുത്തിയ നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന നമ്മുടെ ആദ്യങ്ങളെ പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ സമയം നഷ്ടപ്പെടുത്തല്ല ഉമ്മ, നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാരാ. പടച്ചറപ്പിന്റെ മുമ്പിൽ രാത്രിയിൽ നിന്ന് നിസ്കരിക്കോ, സിംഹക്കുട്ടി പോലും നിന്റെ കാൽച്ചുവട്ടിലെ പൂച്ചക്കുട്ടിയാകുമടാ. വന്യമൃഗങ്ങൾ നിങ്ങളെ കണ്ടാൽ ഓടുമടാ. അറിയുമല്ലോ വരന്ന് കിടക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ വരാന്തരത്തിലേക്ക് സംഘവും ഇസ്ലാമിക മതപ്രബോധനത്തിന് വേണ്ടി പോകുമ്പോ വരന്ന് കിടക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ വരാന്തരത്തിൽ ആദിവാസികളെ താമസിക്കുന്നുണ്ട്. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. കടിച്ചു കയറാൻ വേണ്ടി സിംഹക്കുട്ടികളും പുലിക്കുട്ടികളും നിൽക്കുന്ന നാട്ടിലേക്ക് കിടന്നു ചെല്ലുമ്പോ ആ സമയത്ത് ആദിവാസിക്കാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം. സഹാബത്ത് പറഞ്ഞു റിബീഇബ്നു ആമിറിനോട്, ഈ വന്യമൃഗങ്ങൾ നമ്മളെ കടിച്ചു കയറില്ലേ, അവര് നമ്മളെ ഒറ്റപ്പെടുത്തില്ലേ, എങ്ങനെയാ മറുഭാഗത്തുള്ള ആദിവാസികളുടെ അടുക്കൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല. ഈ ചിഹ്നം വിളിക്കുന്ന കട്ടാനകളെ കണ്ട് കടിച്ചു കയറുന്ന പുലിക്കുട്ടികൾ നിൽക്കുന്നത് കണ്ട് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വന്നവനല്ല. നമ്മൾ ആരെന്നറിയോ? മുസ്തഫ, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ്. പിടിച്ചു തിരിച്ചു പോകാൻ വന്നവനല്ലെന്ന് പറഞ്ഞ് വരാന്തരത്തിലൂടെ ഏകനായിട്ട് ഇറങ്ങിപ്പോയി മസ്തകം കുലുക്കിക്കൊണ്ട് പാട്ടാനകൾ പാഞ്ഞു വരുമ്പോ സഹാബത്ത് മുഴുവനും പേടിയോട് നോക്കി നിൽക്കുമ്പോ ദക്ഷിണാഫ്രിക്കയുടെ ഭൂമുഖത്ത് നിറഞ്ഞ ചരിത്രമാ ചെറുപ്പക്കാരാ. ആ സമയത്ത് ആദിവാസി കാട്ടുജാതിക്കാർക്ക് ഇസ്ലാമിക കലിമ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയ കടിച്ചു കയറാൻ വേണ്ടി ചാടി വരുന്ന പുലിക്കുട്ടികളുടെ നേരെ കഴിച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, വരാന്തരത്തിലെ കാട്ടുജീവികള്, വരാന്തരത്തിലെ കാട്ടുജീവികള്, ഞാൻ ആരെന്നറിയോ? ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമീങ്ങളാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമീങ്ങളാ. അതുകൊണ്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഞാൻ പറയുകയാ. ഒന്നില്ലെങ്കിൽ എനിക്ക് വഴിമാറുക, ഒന്നില്ലെങ്കിൽ എനിക്ക് വഴിമാറി തരിക, അതല്ലെങ്കിൽ എന്റെ മുമ്പിൽ നിങ്ങൾ വഴികാട്ടികളാവുക. ഒന്നില്ലെങ്കിൽ എന്റെ മുമ്പിൽ നിങ്ങൾ വഴിമാറുക, അതല്ലെങ്കിൽ എന്റെ മുമ്പിൽ വഴികാട്ടികളായിട്ട് നടക്കുക എന്ന് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഇത് കേട്ടപാടെ പെറ്റ് പ്രസവിച്ച് കളിക്കുന്ന സിംഹക്കുട്ടികൾ പോലും ഇത് കേൾക്കേണ്ട ഒരവസ്ഥ സഹായികളായിട്ട് നടന്നു പോയില്ലേ? ഇത് കേൾക്കേണ്ട താമസം ഇത് കണ്ടുകൊണ്ട് നിന്ന് ആദിവാസി കാട്ടുജാതിക്കാര് കാട്ടിൽ തീ പിടിച്ചിട്ടുണ്ടെന്ന് കരുതി അവര് മുഴുവനും പാഞ്ഞു വരുമ്പോ കാണുന്നത് എന്താ? ഒരു ചെറുപ്പക്കാരന്റെ മുമ്പില്. ഏത് ചെറുപ്പക്കാരനാ? എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ എത്തിയ മീലാദ് ശരീഫിന്റെ സാധു സംരക്ഷണ സമിതിയിലെ പ്രിയപ്പെട്ട സംഘാടകരടക്കമുള്ള ഈ സദസ്സില് ഓജസ്സും തേജസ്സുമുള്ള ഇസ്ലാമിക ചൈതന്യമുള്ള എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക ചെറുപ്പക്കാരാ, കാട്ടുപന്നിയെപ്പോലും മുമ്പിലാക്കാൻ പറ്റിയ ഊർജം കിട്ടിയത് എവിടെ നിന്നാ? ഇത് കേൾക്കേണ്ട താമസമാ. ബഹുമാനപ്പെട്ട ന്റെ കയ്യിലേക്ക് ഓടി വന്ന് പ്രിയപ്പെട്ടവർ കെട്ടിപ്പിടിച്ചവത്രേ. എന്നിട്ട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വന്നവരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞപ്പോ ഇത് കേൾക്കേണ്ട താമസമാ. ബഹുമാനപ്പെട്ട ആദിവാസി കാട്ടുജാതിക്കാര്
ബഹുമാനപ്പെട്ട റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞവത്രേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ ഞാൻ ഈ കഥ പറഞ്ഞത് എന്തിനെന്നറിയോ? ഇറാഖിന്റെ ചച്ചിനിയുടെ സോമാണിയുടെ ആയിരക്കണക്കിന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം നിസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഇന്തിഫാദയിലൂടെ തെളിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് ഫലസ്തീനി ജനതയുടെ ശരീരത്തിന്റെ മുഖത്തിലൂടെ ബുൾബോട്ടിൽ തകർത്തു കൊണ്ടുപോകുന്ന 10,000-കണക്കിന് നമ്മുടെ ആയിരക്കണക്കിന് നിരാനമ്പരും നിത്യാനിഹിതനുമായ 10,000-ങ്ങളെ കൊല ചെയ്യപ്പെടുമ്പോ, കാശ്മീറും ഗുജറാത്തും ആവർത്തിക്കപ്പെടുമ്പോ, ആയിരക്കണക്കിന് നമ്മുടെ ഫലസ്തീനി ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോ, ഇതെല്ലാം കണ്ട് വിലപിച്ചു മാറി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാട്ടുപന്നിയെപ്പോലും മുമ്പിലാക്കാൻ പറ്റിയ ഊർജം കിട്ടിയത് എവിടെ നിന്നറിയോ? ഖന്തക്ക് യുദ്ധം അവസാനിക്കുമ്പോ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് 30,000-ഓളം വരുന്ന സ്വഹാബത്ത് 3 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തിയപ്പോ റുസ്തം ചോദിച്ചില്ലേ പട്ടാളക്കാരോട്, നമ്മൾ 3 ലക്ഷം ഉണ്ടായിട്ടും ഈ 30,000-ഓട് ജയിക്കാൻ കഴിയാത്ത എന്തിനെന്ന് ചോദിച്ചപ്പോ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ കുറവാണോ, ആയുധത്തിന്റെ കുറവാണോ, ബലത്തിന്റെ കുറവാണോ എന്ന് ചോദിക്കുമ്പോ റുസ്തമിന്റെ കൊട്ടാരത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു വയോവൃദ്ധൻ പറഞ്ഞ മറുപടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാ. ആ വയോവൃദ്ധൻ പറഞ്ഞു, റുസ്തം മഹാരാജാവേ, നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം ആയുധത്തിന്റെ കുറവല്ല, ആൽബലത്തിന്റെ കുറവല്ല. നമ്മൾ പരാജയപ്പെടാനുള്ള ഒരേ ഒരു കാരണം മുഹമ്മദിന്റെ അനുയായികളെ ഞാൻ കണ്ടു. അവരാരെന്നറിയോ? അവർ രാത്രി എഴുന്നേറ്റിട്ട് പടച്ചിറപ്പിനോട് പേടിച്ച് കഴിയുന്നവരാണ്. അവർ പകൽ മുഴുവൻ നോമ്പ് പിടിക്കുന്നവരാണ്. റുസ്തമിന്റെ കുതിരപ്പട്ടാളത്തിന് മുഹമ്മദിന്റെ സ്വാമിന്റെ പോലും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് പരാജയത്തിന്റെ കാരണത്തെ കുറിച്ച് വിശദീകരിക്കവേ ആർദ്രം പറഞ്ഞു, റുസ്തമേ, നമ്മളിപ്പോ 3 ലക്ഷം ഉണ്ടായിട്ട് നമ്മൾ മരിക്കുന്നതിന്റെ കാരണം എന്താ? നിന്റെ പട്ടാളക്കാര് രാത്രിയിൽ കള്ള് കുടിച്ചിട്ട് വിഭജിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് രാത്രി എന്നിട്ട് പടച്ചിറപ്പിന്റെ മുമ്പിൽ പേടിച്ച് പൊട്ടിക്കരയുന്നവരാ. അവര് പകൽ മുഴുവനും നോമ്പ് പിടിക്കുന്നവരാ. പട്ടാചാരകത്തിന്റെയും പലിശയുടെയും കഞ്ചാവിന്റെയും കണക്ക് പറയുന്ന 9,000 സ്വർണത്തിന് വേണ്ടി 9 വയസ്സുകാരെ കൊന്നെടുക്കുന്ന സ്ത്രീയുടെ ശരീരത്തിന്റെ പച്ചമാംസത്തിന്റെ ചൂടും ചൂറും അറിയാന് എല്ലാ അടിത്തരം നാളാടിത്തരത്തിന്റെ പുറകിലൂടെ പോയപ്പോ നമുക്ക് കാശ്മീരിന്റെയും ഗുജറാത്തിന്റെയും ചെച്ചനിയുടെയും ബോസ്നിയുടെയും സോമാലിയുടെയും ആഫ്രിക്കയുടെയും കഥ പറഞ്ഞിട്ടിരിക്കാന്നല്ലാതെ നമ്മുടെ പൂർവികന്മാർ ആരെന്നറിയുമോ? അവര് രാത്രി എഴുന്നേറ്റിട്ട് പടച്ചിറപ്പിനോട് പേടിച്ച് പൊട്ടിക്കരഞ്ഞവരാണ്. അവര് പകൽ മുഴുവൻ നോമ്പ് പിടിക്കുന്നവരാ. ബദറിന്റെ പാതിരാത്രിയിലല്ലേ റസൂലുള്ളാഹി ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്ന തുഖലഖ ലാ തഅബുദു അബദാ. ബദറിൽ ജയിക്കാൻ കാരണം എന്താ മുസ്ലിമേ? പാതിരാ സമയത്ത് പടച്ചിറപ്പിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയിട്ട് പുറത്ത് തട്ടിയിട്ട്, നബിയേ, എന്തിനാ നബിയേ കരയുന്നത് എന്താന്ന് ചോദിക്കുമ്പോൾ പാതിരാത്രിയിൽ പടച്ചിറപ്പിന്റെ മുമ്പിൽ നിസ്കരിച്ചപ്പോഴാ അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചതുകൊണ്ട് മുഹമ്മദിന്റെ സ്വഹാബിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ റുസ്തമിന്റെ കുതിരപ്പെട്ട ആൾക്കാരെ നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം നമ്മൾ പാതിരാത്രിയിൽ കള്ളു കുളിച്ചു, വ്യഭിചരിച്ചു. അവന്റെ ജോലി നമ്മൾ ചെയ്തു. പാതിരാത്രി വ്യഭിചാരത്തിന്റേതായി, പാതിരാത്രി ഏറ്റവും വലിയ അശ്ലീലത്തിന്റേതായി. സ്ത്രീലം നമുക്ക് മറന്നുപോയി. രാത്രി ഈ രാത്രിയെ കുറിച്ച് ഓർക്കുക. രാത്രിയിലാണ് നബിയോട് പറഞ്ഞു, നബിയെ തഹജ്ജുദ് നിസ്കരിക്കോ, ജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. ഒരു സഹായത്തേട്. അല്ലാഹു ആ സഹായം നമുക്ക് തരട്ടെ. അല്ലാഹു ആ സഹായം നമുക്ക് തരട്ടെ.
അല്ലാഹു ആ സഹായം നമുക്ക് തരട്ടെ. അതുകൊണ്ടാണ് സഹാബ് മുഹമ്മദിന്റെ മുമ്പ് സംഘാടകർ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കവർ തന്നുവിടും. അതിലേക്ക് നാളെ അൽഹംദുലില്ലാഹ് നാളെ ബഹുമാനപ്പെട്ട ഷഫീഖ് ഉസ്താദ് അത് പറയും. കൂടാതെ നിങ്ങൾ പ്രസംഗത്തിന് വരുമ്പോൾ നാളെ എല്ലാവരും വരണം. അതുകൂടാതെ നാളെ വരുമ്പോൾ ഈ തന്നുവിടുന്ന കവറിലേക്ക് കാര്യമായൊരു സദഖ നല്ലൊരു നിയ്യത്ത് വെച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്റെ ഓരോ പ്രയാസങ്ങൾ ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളാണല്ലോ. ദാരിദ്ര്യം, രോഗം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എല്ലാം അൽഹംദുലില്ലാഹ് അതിലേക്ക് എഴുതി തന്നിട്ട് അതിലേക്കൊരു കാര്യമായ സദഖയും തന്നുവിടീൻ. അല്ലാഹു നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു സഫലീകരിക്കട്ടെ. ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു സഫലീകരിക്കട്ടെ. കൂടാതെ പിരിവില്ല, ആരും എന്നിട്ട് പോകേണ്ടതില്ല, പിരിവില്ല. എന്നിരുന്നാലും സംഘാടകർ നിങ്ങളുടെ കയ്യിലേക്ക് ബക്കറ്റുമായിട്ട് വരും. അതിലേക്ക് നിങ്ങളുടെ ഉള്ള സദഖ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം ഇതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ. ഞാൻ പ്രത്യേകിച്ച് നീട്ടിപ്പരത്തി പറഞ്ഞുകൊണ്ടിരുന്ന അത്ര സമയം വെറുതെ പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം ഈ നാട്ടുകാരാണ്. പിന്നെ കൂടുതൽ പറയേണ്ടതില്ല, പറഞ്ഞത് അതിപ്രസംഗമാകും എന്ന് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരും ഈ സംഘാടകരുടെ മനസ്സും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ കണ്ട് ഇതിലേക്ക് കാര്യമായി നല്ല ഒരു നിയത്തോടു കൂടി ബക്കറ്റിലേക്ക് അൽഹംദുലില്ലാഹ് നല്ലൊരു സദഖ അതിലേക്ക് ഇട്ട് കൊടുക്കുകയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എവിടെ പറഞ്ഞു നിർത്തിയത്? എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയ? ജന്തു മനുഷ്യന്മാരാ പടച്ചവനെ, ഒന്ന് സഹകരിക്കും. ഇപ്പൊ എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയ? എവിടം വരെ പറഞ്ഞിപ്പോ? അല്ലാഹു കേട്ടതെല്ലാം മനസ്സിലേക്കുള്ള തൗഫീഖ് നൽകട്ടെ. അത് മനസ്സിലിരുന്നാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുന്നതിലും കൂടി അർത്ഥമുണ്ട്. ഞാൻ നിങ്ങളോട് ആ ഒരു കാര്യം വസിയത്ത് ചെയ്യാൻ ഓർമ്മപ്പെടുത്താൻ, നമ്മൾ തുണി അലക്കുമ്പോ ആദ്യം വിളിക്കേണ്ടത് അലക്കുന്ന ആളുടെ കയ്യാണ്. ഞാൻ ചുമ്മാ നിങ്ങളോടൊരു വാള് പറയുമ്പോ ഞാൻ തുടക്കം പറയാൻ വേണ്ടി ഇരുന്നാലും ഞാൻ നിങ്ങളോട് വാള് പറയുമ്പോ അലക്കുന്നവന്റെ കൈയാണ് ആദ്യം വിളിക്കേണ്ടത്. അപ്പൊ ഈ പ്രസംഗം പറയുമ്പോ ആദ്യം നന്നാവേണ്ടത് എനിക്ക് ശേഷമാണ് നിങ്ങൾക്ക് അതിന് അവകാശമുള്ളൂ. അപ്പോ ഞാൻ ഇത്രയും നേരം പറഞ്ഞതും ഇനി പറയാതിരിക്കുന്നതുമായ കാര്യങ്ങളിൽ ആദ്യം എന്റെ ജീവിതത്തിൽ പകർത്താനും, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അലക്കുകാരന്റെ പ്രസംഗമാണ്. ഇത് അലക്കുകാരന്റെ പ്രസംഗമാണ്. ഇത്രയും നേരം കേട്ടതും നീ കേൾക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇതിൽ നിനക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. പക്ഷേ കിട്ടിയില്ലെങ്കിലും ഈ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. എങ്കിലും നാളെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വാതിലൂടെ ആദ്യം നന്നാവേണ്ടത് ഞാൻ എന്റെ മനസ്സിനെ നന്നാക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ എന്നെ നന്നാക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം എന്നെ നന്നാക്കാൻ വേണ്ടി വന്നാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അവസാനം ഇരിക്കൂലേ?
നമുക്ക് പ്രസംഗത്തിലുപരി ദ്വായാണ്. ദ്വായ്ക്ക് വേണ്ടി മാത്രം വന്നവരുണ്ട്. ഒരു പ്രസംഗം കേൾക്കാം എന്ന് വിചാരിച്ചു വന്നവരുമുണ്ട്. അപ്പൊ അവരെ രണ്ടുപേരെ നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. സമയം ഏതാണ്ട് ഒരു 10:10 കഴിഞ്ഞ് 11:15 അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അർദ്ധരാത്രിയിൽ ചെയ്യുന്ന ദ്വായ്ക്ക് ജാവത്തിന് മാത്രമല്ല അസ്മാഉൽ നമ്മൾ ദ്വാരക്കാവത്തിലൊരു വെള്ളിയാഴ്ച രാവും കൂടിയാണ്. എല്ലാത്തിലും നമുക്ക് ഖൈറാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു വിജ്ഞാന വേദിയിൽ ഒരുമിച്ച് കൂടാൻ കിട്ടിയത് തന്നെ വളരെ ഖൈറാണ്, അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ മാലാഖമാരോ ഒഴുകി നിൽക്കുന്ന സദസ്സാണ്. ഇവിടെ പ്രത്യേകിച്ച് വർത്താനമോ കളിയോ തമാശയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ബഹുമാനപ്പെട്ട റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ അതുപോലെ റുസ്തമിന്റെ കുതിരപ്പട്ടാളത്തിന് തോൽപ്പിക്കാൻ മുഹമ്മദ് സഹാബിന്റെ മുമ്പിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ഇതെല്ലാം രാത്രിയിലെ നിസ്കാരം കൊണ്ടാ. അബൂ മുസ്ലിമുൽ ഖംലാനി റളിയല്ലാഹു അൻഹുവിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നോക്കുമ്പോ ആ സമയത്ത് സ്വാഭാവികമായി നമ്മൾ കരിഞ്ഞു പോകാറുണ്ട്. പക്ഷേ അവിടെ സംഭവിച്ചതെന്താ? തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ നിന്ന് കൈകെട്ടി നിസ്കരിച്ചു അസ്ഹാബ് മുഹമ്മദ്. അബൂ മുസ്ലിമുൽ ഖംലാനി റളിയല്ലാഹു അൻഹു തീക്കുണ്ടാരത്തിന്റെ മുകളിൽ വലിച്ചെറിയപ്പെട്ട ഒരു മനുഷ്യനെ ആ സമയത്ത് മുസൈലമത്തുൽ കദ്ദാബ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കള്ളപ്രവാചകനായിട്ട് വന്നവൻ അയാൾ കത്തിക്കരഞ്ഞ ശവശരീരം നോക്കുമ്പോ അബൂ മുസ്ലിമുൽ ഖംലാനി തീക്കുണ്ടത്തിന്റെ മുമ്പിൽ നിന്ന് കൈകെട്ടി നിസ്കരിക്കുക. ചരിത്രത്തിൽ കാണാം, ഒരു സഹാബിയുടെ കഴുത്ത് വെട്ടി യൂപ്പട്രീസിലേക്ക് എറിഞ്ഞു. ആ സമയത്ത് സഹാബത്ത് നോക്കി നിന്നപ്പോ ബാക്കി ശരീരഭാഗങ്ങളൊന്നുമില്ലാത്ത തല യൂപ്പട്രീസിന്റെ മുകളിൽ നിന്ന് സംസാരിച്ചു. അൽ മുഅ്ജിസത്തു വൽ കറാമൈൻ ഇബ്നു തൈമി പോലും പറയുന്നുണ്ട് ഈ സംഭവം. എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരൊറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ, അവരുടെ രാത്രി സജീവമാണ്. നമ്മുടെയും രാത്രി സജീവമാണ്. ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചും കൊടുത്തും ഈ അണപ്പല്ലും കൊണ്ട് നിങ്ങൾ മുറകെ പിടിക്കാൻ പറഞ്ഞത് ഈ നീലപ്പല്ലാണെന്ന് നമ്മൾ സംശയിക്കാറുണ്ട്. അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കാനാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. നമ്മൾ ഈ നീലപ്പല്ല് കൊണ്ട് എന്താ ചെറുപ്പക്കാരാ, മരിച്ച വീട്ടിൽ പോയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാറ്റിംഗ് ആണ്. മരണം വീട്ടിൽ പോയാലും ഇന്ന് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഇവരെല്ലാം മുമ്പിലെടുത്ത് ഞാൻ പറയാ, മയ്യത്ത് വീട്ടിൽ പോയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വെച്ചിട്ട് ഇത് നിനക്ക് വേണം, ഇങ്ങോട്ട് നിനക്ക് ഇത് വേണം, എനിക്ക് ഇങ്ങോട്ട്. മരണ വീട്ടിൽ പോലും എന്തുകൊണ്ട് ഒരു രാത്രിയെ കുറിച്ച് ചിന്തയില്ല? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, രാത്രിയുടെ മൂന്നാമത്തെ ഗുണം ഖുർആൻ പറയുകയാണ്. ഓരോന്നായി ഞാൻ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. രാത്രിയുടെ അടുത്ത ജോലി ഖുർആൻ പറയുകയാണ്. അടുത്ത ജോലി ഏതാ? تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ അവന്റെ പാർശ്വങ്ങളെ അവന്റെ ശയനമുറിയിൽ നിന്ന് നിന്നേൽപ്പിച്ചിട്ട് പടച്ച റബ്ബിനെ പേടിച്ചിട്ട് അവൻ ഭയത്തോടെ ദുആ ചെയ്യുകയാ. രാത്രിയിൽ അടുത്ത ജോലി ഖുർആൻ പറയുകയാണ്. സഹാബത്തിന്റെ ജോലി പറയുമ്പോ ഖുർആൻ പറഞ്ഞത് കിടക്കുകയാണ് ഭാര്യ ഭർത്താവും കൂടി. ആ സമയത്ത് അവനവന്റെ ഭാര്യയുടെ കൂടെ രാത്രിയിൽ കിടന്ന് ഉറങ്ങാൻ. ആ ഉറക്കത്തിന്റെ ഇടയിൽ അവര് പെട്ടിട്ട് ഭാര്യയെ വിട്ടിട്ട് ഭർത്താവ് എഴുന്നേറ്റു. ഭർത്താവിന്റെ അടുക്കൽ വന്ന് ഭാര്യ എഴുന്നേറ്റിട്ട് ആഗ്രഹത്തോടെയും ഭയത്തോടെയും പടച്ച റബ്ബിന്റെ മുമ്പിൽ അവർ പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്തു. രാത്രി എഴുന്നേറ്റിട്ട് പടച്ച റബ്ബിനെ പേടിച്ച് പൊട്ടിക്കരയണമെങ്കിൽ പേടി ഉണ്ടാവും. വേണ്ടേ? പേടി ഉണ്ടാവണ്ടേ?
പേടി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേറൊരു ഭാര്യ ഭർത്താവിനെ ഞാൻ പറഞ്ഞു. ഏത് ഭാര്യ ഭർത്താവിനെ? ദുബൈയിലെ പാം ജുബൈറ ബീച്ചിലെ കടലിനടിയിലുള്ള ബെഡ്റൂമിന്റെ ഭാഗത്ത് ഭിത്തിക്ക് പോലെ ഗ്ലാസ് വെച്ച് അതിന്റെ മറുഭാഗത്തുകൂടി തിരമാലയുടെ ഉള്ളിലൂടെ ഓളിയിട്ട് പോകുന്ന ഡോൾഫുകളെ ലൈവായി കണ്ട് പൊട്ടിച്ചിരിച്ച ആളാണ് ശശി തരൂരും സുനന്ദ പുഷ്കറും. ജീവിതത്തിന്റെ ഏറ്റവും സുഖത്തിന്റെ മേഖല ഞാൻ അത്രയൊന്നും പറയുന്നില്ല. അവർക്ക് പോലും ജീവിതത്തിൽ എന്താവാൻ കഴിയുന്നില്ല. അവസാന നിമിഷങ്ങളിൽ ഈ സ്നേഹിച്ചവർ പോലും അകന്നുപോയി. ദുബൈ പോയിട്ടുള്ളവരൊക്കെ ഞാൻ പോകേണ്ട ഫാമിലി ആയിട്ട് പോണ്ടേ പോണ്ടേ. പോണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹമായിട്ടാണ് ഉംറയ്ക്ക് പോകണമെന്ന്. വലിയൊരു ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പോവാൻ. അടുത്ത ആഴ്ച ഉംറയ്ക്കായി പോവാണ്. അടുത്ത ഈ വരുന്ന ബുധനാഴ്ച അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പോവാൻ ദ്വാരക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പുറ സഹോദരങ്ങളെ, ഈ സദസ്സിന്റെ മുമ്പിലാണ് എന്റെ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് വെള്ളിയാഴ്ച രാവാ ഡയറക്ടർ നേരത്തെ പറഞ്ഞതുപോലെ സലാത്ത് ഡയറക്ടർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകുന്ന ദിവസമാ. അതുകൊണ്ട് ഉറക്ക സലാത്ത് ചൊല്ലി നബി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ. നൂറ് കി ജൽവാ നൂറ് കി ജൽഖാ നൂറ് കി മഹഫിൽ ജാ മദീന തുജേ സലാം. പ്രകാശത്തിന്റെ പ്രഭാവനയം തീർക്കുന്ന ഹബീബേ, അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിട്ടുകൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന ലോകത്താകമാനമുള്ള മാനവികതയുടെ മരനിരകള് മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മമെല്ലരികൾ തീർത്ത ഹബീബേ, അവിടുത്തേക്ക് സലാം, അവിടുത്തേക്ക് സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരന്മാരിൽ നിന്നും നിന്റെ മുത്തുനബി ഹബീബ് മുഹമ്മദ് മുസ്തഫ കാഠിന്യത്തിന്റെ കടൽ സ്പർശനം കൊണ്ട് മാലോകരുടെ ഹൃദയങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, പരിശുദ്ധമാക്കപ്പെട്ട ഹുബൈറിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചിറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ തിരുചാരത്തേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സലാത്ത് സലാമുകളെ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ കാവൽ നൽകണേ റബ്ബേ, അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഈ നാട്ടിൽ നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ മക്കൾ നൽകണം റബ്ബേ, സഹോദരങ്ങൾ നൽകണേ അല്ലാഹ്, സഹോദരിമാർ നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഭൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല സന്ദർഭത്തിൽ നല്ല ദിവസത്തിൽ നല്ല രീതിയിൽ മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണം റബ്ബേ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഫി ഹഖി സല്ലല്ലാഹു മദദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്
അല്ലാഹു അലാ മുഹമ്മദ്. അവിടെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടി പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഞാനും എന്റെ പ്രവാചകനും കൂടി ഞങ്ങളുടെ ശയ്യയിൽ ശയിക്കുമ്പോ ആയിഷ ബീവിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ എന്റെയും എന്റെ പ്രവാചകന്റെയും ചർമ്മങ്ങൾ പരസ്പരം ചേർന്നിരിക്കുന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കിടന്നിറങ്ങുമ്പോ ആ സമയത്ത് ഉറക്കത്തിന്റെ മടിത്തട്ടിലേക്ക് മടങ്ങിപ്പോയ ഞാൻ രാത്രി അന്ത്യയാമമായി കഴിയുമ്പോ ആ സമയത്ത് ഞാൻ മെല്ലെ കണ്ണ് തുറന്നു നോക്കുമ്പോ എന്റെ ചാരത്ത് കിടന്ന അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. ഉറങ്ങുന്ന സമയത്ത് എന്റെ കൂടെ കിടന്ന അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. എവിടെ പോയി എന്നറിയാതെ പാതിരാത്രി എഴുന്നേറ്റ് നോക്കുമ്പോ ഇതേവരെ എന്റെ കൂടെ കിടന്ന എന്റെ ഹബീബ് വീട് എന്നറിയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. പലപ്പോഴും രാത്രിയിൽ പലപ്പോഴും നബി തങ്ങളെ കാണാറായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ മസ്ജിദ് നബവിയിൽ നോക്കുമ്പോ അവിടെ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാറുണ്ട്. അന്നും പതിവ് പോലെ ഞാൻ മസ്ജിദ് നബവിയിൽ പോയി നോക്കുമ്പോ അവിടെ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനില്ല. സഹോദരങ്ങളെ, പാതിരാത്രി മുഴുവനും അവസർപ്പവ കഥകളെ വെല്ലുന്ന അശ്ലീലത്തിന്റെ കൂട്ടായി പോയ വീടിന്റെ രാത്രികൾ ഭാര്യ ഭർത്താക്കന്മാര് കൊണ്ടുപോകുമ്പോ ആ സമയത്താണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ചുകൊണ്ട് സമയത്തൊരു ഭാര്യ മക്കളും നടന്നു നീങ്ങവേ ആ സമയത്തിന് വല്ലാത്ത തേങ്ങിക്കരച്ചിരി കെട്ടി എവിടെയെന്നറിയോ? മിഹ്റാബിന്റെ ചുവട്ടിലല്ല, പള്ളിയുടെ അകത്തളത്തിലല്ല. രാത്രി എഴുന്നേറ്റിട്ട് പടച്ചറപ്പിനെ പേടിച്ചിട്ട് കരയുകയാ. എവിടെ നിന്നാണ് ആ യോധനത്തിന്റെ ശബ്ദമെന്ന് നോക്കുമ്പോ ആ സമയത്ത് അവിടെ ജന്നത്തുൽ ബഖയിൽ അടക്കപ്പെട്ട ആയിരക്കണക്കിന് സഹാബത്തിന്റെ മയ്യത്തിന്റെ ഖബറിന്റെ ചാടത്ത് ചെന്നിട്ട് ഒരു രാത്രിയുടെ പൂനിലാവ് പോലെ അല്ലാഹുവിന്റെ റസൂൽ ശ്മശാനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാ. ആയിരക്കണക്കിന് സഹാബത്തിന്റെ മയ്യത്തുകൾ ഖബറടക്കപ്പെട്ട ഖബർസ്ഥാനില് മദീനയിലെ പ്രശസ്തമായ ജന്നത്തുൽ ബഖയിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് ഒരു രാത്രിയുടെ പൂനിലാവ് പോലെ അല്ലാഹുവിന്റെ റസൂൽ ശ്മശാനത്തിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയണം കരയണം കരയണം. അതെന്തോർത്തിട്ട് രാത്രി നീ കിടക്കുമ്പോ ഓർക്കണം, റബ്ബേ ഞാൻ മരിച്ചിട്ട് എന്റെ കബറടക്കുന്ന ആദ്യത്തെ രാത്രി, എന്റെ കബറടക്കുന്ന ആദ്യ രാത്രി, എന്റെ കബറടക്കുന്ന ആദ്യത്തെ രാത്രി, എന്റെ കബറടക്കുന്ന ആദ്യ രാത്രി. ഓ ആദ്യ രാത്രി ഓർത്തിട്ട് ദുനിയാവിന് രാത്രിയിലെ കരയാൻ കഴിഞ്ഞാൽ അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ടല്ലേ മണവാട്ടി മണവാളഞ്ഞിരിക്കുകയാണ് മണിയറയിൽ, മണവാളഞ്ഞിരിക്കുകയാണ് മണിയറയിൽ. അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ അനുവർജനീയമായ ഒരു പുരുഷന്റെ ആദ്യത്തെ രാത്രി, ഒരു പെണ്ണിന്റെ ആദ്യ രാത്രി. ആദ്യ രാത്രിയിൽ മണവാളം കാത്തിരിക്കുമ്പോ കാണുന്നില്ല മണവാട്ടി പെണ്ണിനെ. മണവാട്ടി എവിടെ? മണവാട്ടി എവിടെ? ആദ്യ രാത്രികളെ പൂമണം തൂക്കേണ്ടവളെവിടെ? പട്ടുമത്തയിൽ തലചായ്ക്കാനിടമില്ലെങ്കിലും ഈ തപ്പന മരത്തിന്റെ ചുവട്ടിൽ കിടക്കേണ്ട പട്ടുമഹ്ഷി എവിടെ? എന്റെ ഭാര്യ എവിടെ എന്നറിയാതെ കാത്തു കിട്ടി കൈവല്യം പോലെ കാത്തു കിട്ടിയ പെണ്ണിനെ കാത്തിരിക്കുന്ന മണവാളന് അവസാനം മണവാട്ടിയെ കാണാതെ എവിടെയെന്നറിയാതെ കല്യാണത്തിന്റെ രാത്രിയിൽ പോകുമ്പോ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട വള്ളിക്കുടലിന്റെ താഴ്ഭാഗത്ത് ഒരു ഈത്തപ്പനമരത്തിന്റെ ഓല വിരിച്ചിട്ട് പൊട്ടിക്കരയുകയാണ് മണവാട്ടി. മണവാട്ടി ആദ്യ രാത്രിയിൽ കരയുകയാണ്. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ മണവാട്ടി കിടന്ന് പൊട്ടിക്കറിയുമ്പോ ഓടി ചെന്നിട്ട് ചോദിച്ചു, ലോകത്തിന്റെ ഏറ്റവും വലിയ ധീരനായ മനുഷ്യൻ കരയുന്ന മണവാട്ടി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അടിക്കളക്കാരിക്കും ലാഹോറിലെ തൂത്തുവരിക്കാരിക്കും ഒരേപോലെ പ്രിയങ്കരിയേ ഫാത്തിമ, ലടനാമണിയെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവർ കിടന്ന് പൊട്ടിക്കറിയുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം മുഴങ്ങി, ഫാത്തിമ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വലിയ ചന്തയിലെ പുല്ലുകച്ചവടക്കാരനായി പോയത് കൊണ്ടോ, ഒരു പാവപ്പെട്ടവൻ നിന്റെ മണിയറയിലേക്ക് വന്നത് കൊണ്ടോ? ആ സമയത്ത് മണവാട്ടിയുടെ മറുപടി വന്നു, അല്ല അലിയേ, ഞാൻ കരയുന്നത് അതുകൊണ്ടല്ല. ഞാൻ കരയുന്നത് ഇന്ന് ഞാൻ ഇവിടെ കണ്ണീരൊഴുക്കുമ്പോ എന്തേ ഫാത്തിമ കരയുന്നത് എന്തേന്ന് ചോദിക്കാൻ നിങ്ങൾ എന്റെ ചാരത്തിന്റെ. നാളെ ഫാത്തിമ മരിക്കില്ലേ? ഇതും ഒരു രാത്രി, ഇത് വേറൊരു രാത്രി, ഇത് മണവാളന്റെ ആദ്യ രാത്രി. രാത്രിയുടെ മഹത്വങ്ങൾക്കൊപ്പം വേറൊരു രാത്രി. ഈ ഫാത്തിമ മരിക്കില്ലേ? എല്ലാവരും കൊണ്ടുപോയി ഫാത്തിമയുടെ മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണിട്ട് എല്ലാവരും തിരിച്ചു പോകില്ലേ? ആ സമയത്ത് എല്ലാവരും മണ്ണിട്ട് തിരിച്ചു പോകുന്ന ഫാത്തിമയുടെ ഖബറിന്റെ ആദ്യ രാത്രിയിൽ മുൻകറും നക്കീറുമെന്ന് ഫാത്തിമയോട് ചോദ്യം ചോദിക്കുമ്പോ ആ സമയത്ത് ഫാത്തിമ ഖബറിലിരുന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ സമയത്ത് എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ അലിയെ നിങ്ങൾ അവിടെ ഉണ്ടാവില്ലല്ലോ. എന്റെ ഖബറിന്റെ രാത്രി ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് പൊട്ടിക്കരഞ്ഞപ്പോ ആ സമയത്ത് കണ്ണുനീര് തൂകിപ്പോയി. ഖൈബറിന്റെ കൊട്ടാരത്തിന്റെ കോട്ടവാതിൽ ഒറ്റ കൈ കൊണ്ട് പിടിച്ചെടുത്ത ധീരയോദ്ധാവായ മനുഷ്യൻ ഖബറിന്റെ ആദ്യ രാത്രിയെ കുറിച്ച് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞു പോയി ഫാത്തിമ. നാളെ അലിയും മരിക്കും, ആദ്യ രാത്രി ഖബറിലും വരും, മലക്കുകൾ വരും. ഞാൻ കരഞ്ഞാൽ നീയുമില്ല. നിന്നെ മുസ്ലിയുടെ ഭാഗത്തേക്ക് ഒതുങ്ങി നിൽക്കും ഫാത്തിമ. അന്നാ മുസ്ലിയുടെ ഭാഗത്തേക്ക് വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ ഭാര്യ ഭർത്താവും ആ മണിയറയുടെ ചാരത്ത് നിന്നു. കവി പറയുകയാണ് തറകാ ഫിറാശഹുമാ വതാമാ ഫിദ്ദുജാ. മണിയറയുടെ പ്രഥമ രാത്രിയിൽ അവനവന്റെ ഭാര്യയുടെ ജീവന സൗഖ്യങ്ങൾ ഉപേക്ഷിച്ച് വതാമാ ഫിദ്ദുജാ ആ രാത്രി അവൾ എഴുന്നേറ്റ് നിന്നു. ഇങ്ങനെ രാത്രിയാണ് നമുക്ക് വേണ്ടത്. ആ രാത്രി അവൾ എഴുന്നേറ്റ് നിന്നു. എന്തിനു വേണ്ടി എന്നറിയോ? അന്നത്തെ ദിവസം അവര് മണിയറയുടെ സുഖമെടുത്തത് അല്ലാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് നിർവഹിച്ചിട്ടാ. പടച്ചറപ്പിന്റെ മുമ്പിൽ ഇബാദത്ത് നടക്കുമ്പോൾ ഇബാദത്തിന്റെ സുഖമുണ്ട്. അന്നത്തെ ദിവസം അവരാ മണിയറയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞെങ്കിൽ സഹോദരങ്ങളെ ഇങ്ങനെ ഒരു രാത്രി നമുക്കുമില്ലയോ? ഈ രാത്രി എന്തേ നീ ചിന്തിക്കുന്നില്ല? എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരി ഈ രാത്രി നീ എന്തേ ചിന്തിക്കുന്നില്ല? പൊട്ടിച്ചിരിച്ചുമോ കൊണ്ടു നീ നടക്കുന്നു, കടകൾ കഫന്തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചുമോ കൊണ്ടു നീ നടക്കുന്നു, കടകൾ കഫന്തുണി നിന്നെയും നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, കുട്ടിക്കാടങ്ങാടിയിലൂടെ തിരുവനന്തപുരം ടൗണിലൂടെ ആട്ടഹസിച്ച് കളിച്ച് രസിച്ച് നീ നടക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ സ്വപ്ന കൊട്ടാരത്തെ കുറിച്ച് ചിന്തിച്ച് ആ സ്വപ്ന കൊട്ടാരത്തെ കുറിച്ച് ചിന്തിച്ച് നീ നടക്കുമ്പോ പൊന്നുമോളെ നീ അറിയുന്നില്ല, മറുഭാഗത്തെ കടയിൽ ഇരുന്നിട്ട് നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടെന്ന്. നെഞ്ചും വിരിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നീ നടന്നു പോകുമ്പോ പെങ്ങളെ നീ അറിയുന്നില്ല, തൊട്ടടുത്തുള്ള തുണിക്കടയിൽ കടകൾ കഫൻ തുണി നിന്നെയും നോക്കുന്നു.
കഫൻ തുണി നിന്നെ നോക്കി ചിരിക്കുന്നത് നീ അറിയുന്നില്ല. പൊന്നുമോളെ, നീ ഒന്നും അറിയാതെ ആടിക്കളിച്ച് നടക്കുകയാണ്. ആടിക്കളിക്കൊന്നാടുമെന്തറിയുന്നു, ആടിക്കളിക്കൊന്നാടുമെന്തറിയുന്നു. അറുക്കാൻ വേണ്ടി കുറ്റിയിലടക്കപ്പെട്ട ആട്ടുംകുട്ടി ഒന്നും അറിയാതെ കുറ്റിയിൽ കിടന്ന് ആടിക്കളിക്കുകയാണ്. ആട്ടുംകുട്ടിക്കറിയില്ല തന്നെ അറക്കാനുള്ള കുറ്റിക്ക് മൂർച്ച മറുഭാഗത്ത് കൂട്ടുന്നുണ്ടെന്ന്. ആടിക്കളിക്കുന്ന ആട്ടുംകുട്ടിക്കറിയില്ല തന്നെ അറക്കാനുള്ള കത്തിക്ക് മൂർച്ച മറുഭാഗത്ത് കൂട്ടുന്നുണ്ടെന്ന്. ഇതുപോലൊരാടാണ് ഹബീബേ അന്ത, മുരടിച്ചു പോയി നിനക്കുള്ള മുഴുവന് ചിന്ത. ഇതുപോലൊരാടാണ് ഹബീബേ അന്ത, മുരടിച്ചു പോയി നിനക്കുള്ള മുഴുവന് ചിന്ത. നീ ഇങ്ങനെ ഒരു ആട്ടുംകുട്ടിയാണ്. നീ ഇങ്ങനെ പകലിലോട് നടന്നു പാതിരാത്രിയിലൊക്കെ കിടന്നുറങ്ങി നീ ഇങ്ങനെ നടക്കുകയാണ്. നിനക്കൊരാട്ടിൻകുട്ടിയുടെ ബോധം പോലും നിനക്കില്ലല്ലോ മനുഷ്യ. നാളെ ഇവിടെ നിന്ന് പോകേണ്ടവനല്ലേ, ആരുടെ മണ്ണിലേക്ക് ഇറങ്ങേണ്ടവനല്ലേ. ഖബറിന്റെ ആഴം സ്നേഹിത നീ നോക്ക്, അത് നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഖബറിന്റെ ആഴം സ്നേഹിത നീ നോക്ക്, അത് നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരയണം കരയണം കരയണം. അതെന്തോർത്തിട്ടോ കിടക്കുമ്പോ ഓർക്കണം, റബ്ബേ ഞാൻ കബറടക്കുന്ന എന്റെ കബറിന്റെ ആദ്യത്തെ രാത്രി, എന്റെ കബറത്തിന്റെ ആദ്യ രാത്രി, എന്റെ കബർക്കാട്ടിൽ ആദ്യത്തെ രാത്രി. രാത്രി ദുനിയാവിന്റെ രാത്രിയിൽ കരയാൻ കഴിഞ്ഞാൽ യഥാർത്ഥ മുത്തഖിയാരെന്നറിയോ, യഥാർത്ഥ മുഅ്മിനാരെന്നറിയോ? അവനാണ് മരണത്തെ ഓർത്ത് പൊട്ടിക്കരയുന്നവൻ, അവനാണ് മരണത്തെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയുന്നവൻ. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. ഞാൻ ഈ രാത്രിയെ പറഞ്ഞ വിഷയത്തിന്റെ അവസാന ഭാഗത്തില് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളത്തേക്ക് വേണ്ടി നീ എന്താണ് ബാക്കി വെച്ചതെന്ന് ഓർക്കുക. നിന്റെ കൈവരലിലേക്കൊന്ന് നോക്കുക, എല്ലാം മറക്ക്, നിന്റെ കൈവരലിലേക്കൊന്ന് നോക്ക്. ആരുടെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോ എന്താണ് ബാക്കിയെന്നോർക്ക്. അല്ലാഹു നമുക്ക് സ്വീകരിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം പറഞ്ഞതിൽ അഹിതകരമായ അപ്രിയകരമായ എന്തെങ്കിലും ഒരു പരാമർശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് മാപ്പാക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് കാര്യമായി ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതേപോലെ എഴുന്നേറ്റ് നിന്ന് 3 സലാത്ത് ചൊല്ലി നമുക്ക് ദുആയിലേക്ക് കിടക്കാം.